ചെങ്കോട്ട പ്രസംഗത്തിൽ ഒരു സങ്കടം പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സഹോദരിമാർ ആക്രമിക്കപ്പെടുന്നു, കൽക്കത്തയിലെ ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള സംഭവത്തിൽ വേദനയും ദുഃഖത്തോടെയുമാണ് ഇപ്പോൾ ഇവിടെ താൻ നിൽക്കുന്നത് എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ. സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങളിൽ ക്രിമിനൽ നിയമങ്ങൾ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി തന്റെ ചെങ്കോട്ട പ്രസംഗത്തിൽ പറയുകയുണ്ടായി. കൊൽക്കത്തയിലെ ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മമതാ ബാനർജി സർക്കാർ വലിയ രോഷവും പ്രതിഷേധവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെയാണ് മോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങളിൽ സമൂഹത്തിലുണ്ടായ രോഷം തനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നും സംസ്ഥാന സർക്കാരുകൾ ഇത് വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തന്നെയല്ല, വ്യോമസേന, കരസേന, നാവികസേന, ബഹിരാകാശ മേഖല തുടങ്ങി നിരവധി മേഖലകളിൽ വനിതകളുടെ നേതൃത്വത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ആശങ്കാജനകമായ ചില സംഭവ വികാസങ്ങളുമുണ്ട്. ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് എൻ്റെ വേദന പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ പൊതുജന രോഷമുണ്ട്. എനിക്ക് ഈ രോഷം അനുഭവപ്പെടുന്നു. രാജ്യവും സമൂഹവും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അത് എത്രയും വേഗം അന്വേഷിക്കേണ്ടുന്ന ഒന്നാണ്. പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും വേഗം അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കണം. എത്രയും വേഗം കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ നൽകണം. സമൂഹത്തിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ അത് ആവശ്യമാണ്. RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 31 വയസ്സുകാരിയായ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ. സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായാണ് നടക്കാറുള്ളത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ഇത്തരം ആൾക്കാർക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ അത് വാർത്തകളിൽ പ്രാധാന്യത്തോടെ കാണുന്നില്ല. കുറ്റവാളികളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ശിക്ഷയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കണമെന്ന് കാലം ആവശ്യപ്പെടുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ ഭയം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികളെ നിയമം കൈകാര്യം ചെയ്യുന്ന രീതി മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ തന്നെ നൽകണം. കൊൽക്കത്തയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ രോഷം ഉയരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. സിറ്റി പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നും കൽക്കട്ട ഹൈക്കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചെങ്കോട്ട പ്രസംഗത്തിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വികാരാധീനനായി തന്നെയാണ് ഈ ചെങ്കോട്ട പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയുണ്ടായത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വ്യാകുലനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. बीते वर्षों में वुमेन लेड डेवलपमेंट मॉडल पर हमने काम किया है. इनोवेशन हो, एम्प्लॉयमेंट हो, एंटरप्रेन्योरशिप हो, हर सेक्टर में महिलाओं के कदम बढ़ते जा रहे हैं. महिलाएं सिर्फ भागीदारी बढ़ा रही है ऐसा नहीं, महिलाएं नेतृत्व दे रही है. आज अनेक क्षेत्रों में, आज हमारे रक्षा क्षेत्र में देखिए, हमारा एयरफोर्स हो, हमारी आर्मी हो, हमारी नेवी हो, हमारा स्पेस सेक्टर हो, आज हमारी महिलाओं का हम दमखम देख रहे हैं देश के लिए. लेकिन दूसरी तरफ कुछ चिंता की बातें भी आती हैं. और मैं आज लाल किले से फिर बार एक अपनी पीड़ा व्यक्त करना चाहता हूं. एक समाज के नाते हमें गंभीरता से सोचना होगा कि हमारी माताओं, बहनों, बेटियों के प्रति जो अत्याचार हो रहे हैं उसके प्रति देश का आक्रोश है, जन सामान्य का आक्रोश है. इस आक्रोश को मैं महसूस कर रहा हूं. इसको देश को, समाज को, हमारी राज्य सरकारों को गंभीरता से लेना होगा.